ഒട്ടുന്നില്ല. പടക്കങ്ങളൊക്കെ നനഞ്ഞ പടക്കങ്ങളാണ്. ഞാനീ പറയുന്നത് മോശമായിട്ട് ആരെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഈ ഒരു വീഡിയോ കാണാൻ കേട്ടോ. നമ്മുടെ മുകേഷിൻ്റെ ജാമ്യം വന്ന വഴി ഒന്ന് പോയാലോ? നമുക്ക് ആ വഴിയിലൂടെ അങ്ങോട്ട് സഞ്ചരിക്കാം. അതായത് 2010 ഈ നടിയുടെ ഫ്ലാറ്റിലോട്ട് മുകേഷ് കാറുമായിട്ട് വരുന്നു. നടി കാറിൽ കയറുന്നു. കാറിൽ കയറിയിട്ട് അവർ മരടിലുള്ള മുകേഷിൻ്റെ ഒരു വില്ലയിലോട്ട് യാത്ര ചെയ്യുന്നു. അങ്ങനെ അവിടെ എത്തുന്നു. അവിടെ നമ്മുടെ ഡിങ്കോൾഫി കാര്യങ്ങളൊക്കെ നടക്കുന്നു. തിരിച്ച് മുകേഷ് തന്നെ ഇതേ നടിനെ തിരിച്ച് അവരുടെ ഫ്ലാറ്റ് അവിടെ കൊണ്ട് ഇറക്കുന്നു. അങ്ങനെ 2010 അത് കഴിയുന്നു. അത് കഴിഞ്ഞ് 2022 ഇതേ നടി 1,00,000 രൂപ വേണമെന്നും പറഞ്ഞ് മുകേഷിനോട് വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നു. കൊടുത്തില്ല എന്നുള്ളത് തമ്പുരാനറിയാം. അത് കഴിഞ്ഞ് 2023 ഡിസംബർ 31 മുകേഷിന് വീണ്ടും നടിയുടെ ഒരു ന്യൂ ഇയർ വിഷസ് വരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ നടിക്ക് ഒരു ചിന്ത, അതായത് നടി ചിന്തിച്ച് നോക്കിയപ്പോൾ 2010 ഞാൻ പുള്ളിയുടെ കൂടെ കാറ് കയറി, ഞാൻ അന്ന് പുള്ളിയുടെ വില്ലയിൽ ചെന്ന സമയത്ത് ഞങ്ങൾ തമ്മിൽ നടന്ന ആ ഡിങ്കോൾഫി അത് ശരിക്കും ഒരു പീഡനമല്ലേ? അതെ, ആണ്, പീഡനമാണ്. അപ്പോൾ ഒന്നും നോക്കിയില്ല, നമ്മൾ നേരെ പത്രസമ്മേളനം വിളിക്കുന്നു. എന്നെ മുകേഷ് പീഡിപ്പിച്ചു. 2010 എന്നെ മുകേഷ് പീഡിപ്പിച്ചു. എന്നെ ജയസൂര്യ പീഡിപ്പിച്ചു, എന്നെ അവർ പീഡിപ്പിച്ചു, എന്നെ മണിയമ്പിള്ള രാജു പീഡിപ്പിച്ചു, എന്നെ ഇടവേള ബാബു പീഡിപ്പിച്ചു, എന്നെ കണ്ടവരെല്ലാവരും പീഡിപ്പിച്ചു. ഞാൻ കൂടെ പോയോ അത് നിങ്ങൾ നോക്കണ്ട, എന്നെ പീഡിപ്പിച്ചു. ഞാൻ പറഞ്ഞല്ലോ എന്നെ പീഡിപ്പിച്ചു എന്ന്. അപ്പോൾ പിന്നെ തെളിയിക്കേണ്ട നിങ്ങളുടെ കടമല്ലേ? നിങ്ങൾ തെളിയിച്ചോ, എന്നെ പീഡിപ്പിച്ചു. എന്താണെങ്കിലും ഇന്ന് കോടതിയിൽ കേസ് എത്തിയ സമയത്ത് ഇതാണ് സംഭവിച്ചത്. മുകേഷിനെതിരായ പീഡന പരാതിയിൽ മൊഴിയിലെ വൈരുദ്ധ്യങ്ങളാണ് കോടതി എടുത്തുകാട്ടുന്നത്. നടിയുടെ ആദ്യ മൊഴിയിൽ നിന്ന് നിർബന്ധിത ലൈംഗിക പീഡനം നടന്നുവെന്നത് വെളിപ്പെടുന്നില്ല. മുകേഷ് ജാമ്യ ഹർജി നൽകിയ ശേഷം വീണ്ടും പോലീസ് നടിയുടെ മൊഴിയെടുത്തിരുന്നു. ഇതിൽ ആദ്യ മൊഴിയിലെ വൈരുദ്ധ്യങ്ങൾക്ക് കൃത്യമായി മറുപടി നൽകാൻ കഴിഞ്ഞിട്ടില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. പരാതിക്കാരിയെ 2010 ഏതോ ഒരു ദിവസം മുകേഷ് പീഡിപ്പിച്ചുവെന്നാണ് പറയുന്നത്. തീയതി നടിക്ക് ഓർമ്മയില്ല. ആലുവയിലെ ഫ്ളാറ്റിൽ നിന്ന് മുകേഷ് കാറുമായി എത്തി നടിയെ കൂട്ടിക്കൊണ്ടുപോയെന്നാണ് മൊഴി. മരടിലെ വില്ലയിൽ കൊണ്ടുപോയി പീഡിപ്പിച്ച ശേഷം മുകേഷ് തന്നെ ഇവരെ ആലുവയിലെ ഫ്ളാറ്റിൽ തിരികെ കൊണ്ടുപോയി വിട്ടതായും പറയുന്നു. ഇതിൽ എവിടെയാണ് നിർബന്ധിത ലൈംഗിക പീഡനം നടന്നതായി വെളിവാകുന്നതെന്നാണ് കോടതി ഉയർത്തുന്ന ചോദ്യം. ഈ സംഭവങ്ങൾക്കെല്ലാം ശേഷമാണ് 2022 നടി 1,00,000 രൂപ ആവശ്യപ്പെട്ട് മുകേഷിന് വാട്സപ്പ് സന്ദേശം അയക്കുന്നത്. 2023 ഡിസംബർ 31 രാത്രി നടി മുകേഷിന് പുതുവത്സര ആശംസാ സന്ദേശവും അയച്ചിട്ടുണ്ട്. ഇക്കാര്യവും നടി ആരോപിക്കുന്ന കുറ്റകൃത്യം നടന്നിട്ടുണ്ടോ എന്നതിൽ സംശയം ജനിപ്പിക്കുന്നതായി മാറി. ഇടവേള ബാബു കേസിൽ നടി നൽകിയ മൊഴിയും മുകേഷിനെതിരായ കേസിൽ പരാതിക്കാരിക്ക് തിരിച്ചടിയായി മാറി. മുകേഷിന് ജാമ്യം നൽകിക്കൊണ്ടുള്ള കോടതിയുടെ നിരീക്ഷണങ്ങൾ കേസിന്റെ ഭാവി തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. ഇപ്പം ഇതാണ് അവസ്ഥ. സംഭവം മുകേഷും അവരും തമ്മിൽ പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. മുകേഷ് നമ്മുടെ ജോയ്മോൻ അത്ര പരിശുദ്ധനല്ല എന്നുള്ളത് നമുക്ക് പല കാര്യങ്ങളും കൂടെ അറിയാം. പക്ഷേ രണ്ടുപേരും കൂടെ സമ്മതിച്ചുണ്ടാക്കി പറഞ്ഞ ഒരു ഡിങ്കോൾഫിക്ക് നമുക്ക് പീഡനം എന്ന് പറയാൻ പറ്റുമല്ലോ. അപ്പം പൈസക്ക് വേണ്ടിയിട്ടും ഫെയിമിന് വേണ്ടിയിട്ടും ഒരു 14 കൊല്ലം കഴിഞ്ഞപ്പം വന്ന ഒരു ഉൾച്ചിന്ത, ഒരു തിരിഞ്ഞുനോട്ടം മാത്രമാണ് നമ്മുടെ നടി ഇവിടെ കാഴ്ചവെച്ചത്. എന്താണെങ്കിലും രണ്ടാമത്തെ വിക്കറ്റ് നമ്മുടെ എതിർപ്പാർട്ടിൽ നിന്ന് പോവാണ്. അതായത് ആദ്യ വിക്കറ്റ് കഴിഞ്ഞ ദിവസം നമ്മുടെ നിവിൻ പോളിക്കെതിരെ ബോളറിഞ്ഞ വിക്കറ്റ് നമ്മൾ തെറിപ്പിച്ചു. രണ്ടാമത്തെ വിക്കറ്റ് ഈ നടിയുടെ വിക്കറ്റ് ഇന്ന് പോവാണ്. ഇനി നാളെ മറ്റന്നാളൊക്കെ സിദ്ദീഖിൻ്റെയും ബാക്കിയുള്ളവരൊക്കെ കേസുകൾ ഇങ്ങനെ മുന്നോട്ട് വരും. അപ്പോൾ ഓരോ വിക്കറ്റുകളായിട്ട് എനിക്ക് തോന്നുന്നു തെറിച്ചുകൊണ്ടിരിക്കും. അവസാനം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എന്താണെന്നിട്ട് ആരും അറിയില്ല. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നതിന് മുമ്പ് വന്ന പലതരം പടക്കങ്ങളും തൂറ്റി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒട്ടുന്നില്ല. പടക്കങ്ങളൊക്കെ നനഞ്ഞ പടക്കങ്ങളാണ്. 10 കൊല്ലം മുമ്പത്തെ ആക്റ്റീവായിരുന്ന പല പടക്കങ്ങളും 10-15 കൊല്ലം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പം പൊട്ടാത്ത അവസ്ഥയിലാണ് എല്ലാം എത്തിയത്. ഞാനീ പറയുന്നത് മോശമായിട്ട് ആരെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഈ ഒരു വീഡിയോ കാണാൻ കേട്ടോ. ഞാനിങ്ങനെ പറയുന്നതുകൊണ്ട് വേറെ ഒന്നും വിചാരിക്കരുത്. അത്തരത്തിലാണല്ലോ ഇവിടെ നടക്കുന്നത്. ഫീ എന്ന് കേൾക്കുമ്പോൾ തന്നെ ചാടി വന്ന് ഡനം എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് ചാടുകയാണ് പല നടിമാരും, പല ആക്ടിവിസ്റ്റുകളും, എന്താ പറയുക, ഫെമിനിസ്റ്റുകളും എല്ലാവരും കൂടെ അങ്ങ് ചാടി വീണിട്ട് അവനെന്നെ പി എന്ന് പറയുമ്പോഴത്തെ ഞാൻ എന്നെ എന്ന് പറഞ്ഞ അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സംഭവം രണ്ടു കൂട്ടരും കൂടെ അറിഞ്ഞിട്ട് നൈസായിട്ട് ഒരു സ്പർശനസുഖം ബാക്കിയുള്ള എല്ലാ സുഖങ്ങളും സ്വയം അനുഭവിച്ചിട്ട് ഒരു കാലം കഴിയുമ്പം ഈ കുത്തലുണ്ടല്ലോ
അതായത് പ്രായം കൂടുമ്പം നമുക്ക് 2010-ലും 2012-ലൊക്കെ കിട്ടിയ സുഖങ്ങളും അല്ലെങ്കിൽ അന്ന് നമ്മളെ ആൾക്കാർ ശ്രദ്ധിച്ച് നമ്മുടെ പിന്നാലെ നിന്ന് ആൾക്കാരും പിന്നെ വരുന്നില്ല. അപ്പം ഒരു 15 കൊല്ലം കഴിഞ്ഞപ്പം ആ ഒരു ഫ്രസ്ട്രേഷൻ തീർക്കാനൊക്കെ വേണ്ടിയിട്ട് കിട്ടിയ ചാൻസിൽ കുറച്ച് പൈസെങ്കിലും കിട്ടട്ടെ, കുറച്ച് ഫെയിമെങ്കിലും ഈ ഒരു പ്രായത്തിൽ കിട്ടട്ടെ എന്ന് കരുതി വന്ന ആൾക്കാരെ പോലെയാണ് ഈ പറഞ്ഞ പല പരാതിക്കാരും എനിക്ക് ഫീൽ ചെയ്തത്. എൻ്റെ മാത്രം ഫീലിങ്സ് ആട്ടോ. ഞാൻ ആരുടെ പേരും ഒന്നും ഞാൻ പറയുന്നില്ല. ഈ പറഞ്ഞ ഇരകളുടെ ഒക്കെ അവസ്ഥ ഞാൻ പറയുന്നത് അവരുടെ ഒരു ഫ്രസ്ട്രേഷനാണത്. പ്രായം മൂക്കുമ്പം കിട്ടുന്ന ഒരു ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടിയിട്ട് അവർക്ക് കിട്ടിയ ഒരു ചാൻസ് ആണ് ഈ ഹേമ കമ്മിറ്റി. അതിലങ്ങ് കിടന്ന് അർമാദിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ ഈ പറഞ്ഞ എല്ലാ ഇരകളും. അവസാനം ഈ ഇരകളൊക്കെ എല്ലാം കൂടെ നമ്മൾ മറ്റേ മീനിനിട്ട് ഇരകളെ പിടിക്കേണ്ട അവസ്ഥയെ. ഈ ഇരട്ട് മീനിനെ പിടിക്കാൻ അവർ ട്രൈ ചെയ്ത് നടന്നില്ല. ഇപ്പം നമ്മൾ മീനിനിട്ട് ഇരനെ പിടിച്ച് ഓരോന്നിൻ്റെ വിക്കറ്റ് തീർത്ത് പോക്കറ്റിലായിക്കൊണ്ടിരിക്കുക. എങ്ങനെയുണ്ട്?